പറഞ്ഞേ ഹല്ലേലൂയ. ദൈവഹിതപ്രകാരമുള്ള ദുഃഖം പശ്ചാത്താപത്തിലേക്ക് നയിക്കുന്നു. തിരിച്ചു വരികയാണ്. ജീവിതത്തെ മാറ്റത്തിന് തയ്യാറാകുക. മദ്യപാനം നിർത്തുന്നതാണത്. പുകവലിക്കുന്നത് നിർത്തുന്നതാണ്. അവൻ്റെ ദൈവഹിതപ്രകാരമുള്ള ദുഃഖം പശ്ചാത്താപത്തിലേക്ക് വഴിവിട്ട ബന്ധം നയിക്കുന്നവൻ ദൈവഹിതപ്രകാരമുള്ള പശ്ചാത്താപത്തിലാണ് അവൻ നിൽക്കുന്നതെങ്കിൽ ആ ബന്ധത്തിലേക്ക് പിന്നെ ഒരിക്കലും അവൻ എത്തി നോക്കില്ല. പരിശുദ്ധാത്മാവിലുള്ള ദുഃഖം അതാണ് ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ട മക്കളെ, കൃപാഭിഷേക ശുശ്രൂഷയുടെ യഥാർത്ഥ ലക്ഷ്യം ജനത്തെ, സഭയെ, സഭാമക്കളെ, എന്നെ, നമ്മളെല്ലാവരെയും വിശുദ്ധരാക്കുക എന്നുള്ളതാണ് ഈ ശുശ്രൂഷയുടെ അടിസ്ഥാന ലക്ഷ്യം. അനേകം വിശുദ്ധർ സഭയ്ക്ക് വേണം. സഭയ്ക്ക് വേണ്ടി വിശുദ്ധാത്മാക്കൾ കൊണ്ട് വളരണം. സഭ മുഴുവൻ വിശുദ്ധരെ കൊണ്ട് നിറയണം. മറ്റൊന്നുമല്ല, വിശുദ്ധരുണ്ടാകണം. ഒറ്റ കൊതി, ഒരു ഒറ്റ ആഗ്രഹമാണ്. അതുകൊണ്ട് വിശുദ്ധരാകുക എന്നുള്ളതാണ്. കൃപ മേടിക്കുന്നത്, കൃപ വാങ്ങിച്ചെടുക്കുക. കൃപ കിട്ടിയാലേ വിശുദ്ധരാകാൻ പറ്റുള്ളൂ. ആ കൃപ കിട്ടണമെങ്കിൽ, കൃപയുടെ വാതിൽ തുറക്കപ്പെടണമെങ്കിൽ നിന്റെ കണ്ണ് തുറക്കണം. കണ്ണുനീര് കൊണ്ട് ഒഴുകണം. കൈകളടിച്ച് കത്താൻ നന്ദി പറഞ്ഞ് ഉച്ചത്ത് കൈയടിച്ച് ഉച്ചത്തില് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ബൈബിൾ മുഴുവൻ കാണാം. അനുദപിക്കുന്ന പാപിയോട് ദൈവം കാണിക്കുന്ന അതിരറ്റ കരുണയും സ്നേഹവും. ലൂക്കാസ് സുവിശേഷത്തിൻ്റെ 18-ാം അധ്യായത്തിൽ, ലൂക്കാസ് സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 13-14 വചനം, ആ ചുങ്കക്കാരനാകട്ടെ ദൂരെ നിന്ന് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും ധൈര്യപ്പെടാതെ മാറത്തടിച്ചുകൊണ്ട് അവൻ പ്രാർത്ഥിച്ചു. മാറത്തടിച്ചുകൊണ്ട്, ദൈവമേ പാപിയായ എൻ്റെ മേൽ കരുണയായിരിക്കണമേ എന്നവൻ മാറത്തടിച്ച് കരയുകയാണ്. അത്രമാത്രം അവിടെ പശ്ചാത്തലം. അതാണ് ദൈവത്തെ വേദനിപ്പിച്ച് എൻ്റെ പ്രവർത്തികൾ കൊണ്ട്, എൻ്റെ ശരീരം കൊണ്ട് ഞാൻ പാപം ചെയ്തു, എൻ്റെ മനസ്സുകൊണ്ട് പാപം ചെയ്തതിനോർത്ത്, എൻ്റെ കണ്ണുകൾ കൊണ്ട്, എൻ്റെ ചെവി കൊണ്ട്, നാവ് കൊണ്ട്, ബുദ്ധി കൊണ്ട്, കൈകാലുകൾ കൊണ്ട്, അവയവങ്ങൾ കൊണ്ട്, ഹൃദയം കൊണ്ട്, ചിന്തകൾ കൊണ്ട് ഒക്കെ ചെയ്തു പോയിട്ടുള്ള പാപങ്ങളെ ഓർത്തുള്ള അനുതാപത്തിൻ്റെ കണ്ണുനീരൊഴുകുമ്പോഴാണ് നിൻ്റെ മേൽ കൃപയോട് അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോവുക. അപ്പോഴാണ് സ്വർഗത്തിൻ്റെ മഹത്വം നിൻ്റെ മേൽ ഇറങ്ങി വരാൻ പോകുക. സ്വരമൂർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ശബ്ദമേർത്തി പറഞ്ഞേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവഹിതപ്രകാരമുള്ള ദുഃഖം അത് പശ്ചാത്താപത്തിലേക്ക് നയിക്കുക. അവൻ പിന്നെ പശ്ചാത്തപിക്കുക. ചെറ്റയോർത്തിൽ അനുതാപം, അവൻ്റെ പ്രവർത്തികൾ കാണാൻ, പെരുമാറ്റത്തിൽ, വാക്കുകളിൽ, കുടുംബത്തിലൊക്കെ അവൻ്റെ മാറ്റമുണ്ടാകും. ചിന്തകളിൽ എല്ലായിടത്തും മാറ്റമുണ്ടാക്കണം. ദൈവഹിതപ്രകാരം പശ്ചാത്തപിക്കുന്നുണ്ട്. ഈ പശ്ചാത്താപം കുറഞ്ഞാൽ അഭിഷേകം നമുക്ക് നഷ്ടപ്പെട്ടു പോകും. സ്ഥലപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ. വിശുദ്ധ അംബ്രോസ് പറയുക, അതായത് രണ്ടാമത്തെ മാമോദീസ എന്ന് വിശേഷിപ്പിക്കുന്ന കുമ്പസാരമെന്ന കൂദാശയെക്കുറിച്ച് അംബ്രോസ് പറയുന്നത് അവിടെയും ഒരു ജലം ആവശ്യമാണ്. അതായത് രണ്ടാമത്തെ മാമോദീസായ കുമ്പസാരം അതതിൻ്റെ പൂർണ്ണതയിൽ അനുഭവിക്കണമെങ്കിൽ ഒരു ജലം ആവശ്യമാണ്. അത് എൻ്റെ കണ്ണിൽ നിന്നും, എൻ്റെ ആത്മാവിൽ നിന്നും, ഹൃദയത്തിൽ നിന്ന് ഒഴുകേണ്ട അനുതാപത്തിൻ്റെ കണ്ണുനീര് അത് ഒഴുകിയെങ്കിലേ നീ വിശുദ്ധീകരിക്കപ്പെടുകയുള്ളൂ. ഇന്ന് പല ആളുകളും വിശുദ്ധീകരിക്കപ്പെടാത്തതിൻ്റെ കാരണം ആളുകൾ ആരും കരയുന്നില്ല, ദുഃഖമില്ല, തെറ്റിനെ ഓർത്തുള്ള പശ്ചാത്താപമില്ല, അഹങ്കാരത്തിൻ്റെ മനസ്സിൽ കിടക്കുക, ന്യായീകരണത്തിൻ്റെ പിശാചുള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുക, ബുദ്ധി കൊണ്ടവൻ ദൈവവചനത്തിനെതിരെ നീങ്ങുക. അതുകൊണ്ടാണ് കർത്താവിൻ്റെ കൃപയെ സ്വന്തമാക്കാൻ പലപ്പോഴും സാധിക്കാതെ പോകുന്നത്. സ്വരവർത്തി പറഞ്ഞേ ഹല്ലേലൂയ. നമുക്കറിയാം, വിശുദ്ധ അഗസ്തീനോസ് മാരക പാപത്തിൽ മദ്യപാനി, വഴിവിട്ടൊരു ഒരു സ്ത്രീ, അതിലൊരു കുട്ടി, വളരെ തിന്മയ്ക്കകത്ത് കഴിഞ്ഞവൻ, സഭയിൽ നിന്ന് പോലും അകന്നു കഴിഞ്ഞവൻ, തെറ്റായ പഠനങ്ങൾ നിറഞ്ഞവൻ, അധാർമിക ജീവൻ നയിച്ച, എല്ലാവിധ അശുദ്ധിക്കും അടിമയായി ജീവിച്ചൊരു വ്യക്തി വിശുദ്ധനായി തീർന്നതിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ കാണാൻ പറ്റും. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരു ദിവസം അവൻ്റെ സ്നേഹിതനോടുകൂടി ഒരു പൂന്തോട്ടത്തിലിരുന്നു കൊണ്ട് അവൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടും ചിന്തിച്ചും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നൊരു നിമിഷം അറിയാതെ അവന് കരയാൻ തുടങ്ങും. വാവിട്ട് ഏങ്ങലടിച്ചവൻ കരയുന്നുണ്ട്. കരച്ചിൽ കൂടിക്കഴിയുമ്പോൾ അവൻ്റെ സ്നേഹിതൻ, അപ്പോൾ ആ സമയത്ത് അവന് ബൈബിൾ എടുത്ത് വായിക്കാൻ ഒരു വചനം കിട്ടുകയാണ്. ഒരു സ്വരം കേൾക്ക്. ഏതോ ഒരു ശിശു ഇങ്ങനെ, ഒരു കുട്ടി ഇങ്ങനെ പാട്ട് പാടുന്നു. എടുത്തു വായിക്കാൻ. അപ്പോഴും ബൈബിൾ എടുത്ത്, അവൻ്റെ അടുത്തിരുന്ന ബൈബിൾ എടുത്ത് വായിക്കുമ്പോൾ റോമാലേഖനം 13:11 മുതലുള്ള വചനമാണ് അവൻ്റെ മുമ്പിൽ തെളിഞ്ഞത്. ഇതെല്ലാം ചെയ്യുന്നത് കാലത്തിൻ്റെ പ്രത്യേകതകൾ അറിഞ്ഞുകൊണ്ട് വേണം. നിദ്ര വിട്ടുടരേണ്ട മണിക്കൂറാണല്ലോ ഇത്. എന്തെന്നാൽ രക്ഷ നമ്മൾ ആരും പ്രതീക്ഷിച്ചിരുന്ന കൂടുതൽ അടുത്തെത്തി.
രാത്രി കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നു. ആകയാൽ നമുക്ക് അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ പരിത്യജിച്ച് പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കാം. പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം. സുഖലോലുവയിലോ മദ്യലഹരിയിലോ അവിഹിതവേഴ്ചയിലോ വിഷയാസക്തിയിലോ കലഹങ്ങളിലോ വ്യാപരിക്കരുത്. പ്രത്യുത കർത്താവായ യേശുവിനെ ധരിക്കുവിൻ. ദുർമോഹങ്ങളിലേക്ക് നയിക്കത്തക്ക വിധം ശരീരത്തെപ്പറ്റി ചിന്തിക്കാതിരിക്കും. ഈ വചനം വായിച്ചിട്ട് വിശുദ്ധ അഗസ്തീൻ അവിടുന്ന് കരയാൻ തുടങ്ങുക. അപ്പോൾ കുറച്ച് സുഹൃത്ത് അടുത്തിരുന്ന ആൾ എഴുന്നേറ്റ് പോകുക. കരയണ്ടെന്ന് കരയട്ടെ, അത് കരഞ്ഞു തീരേണ്ടതാണ്. അത് അവൻ്റെ വിശുദ്ധീകരണം. അവൻ്റെ കണ്ണുകളെ വിശുദ്ധീകരിക്കുക, അവൻ്റെ ഹൃദയത്തെ കഴുകുക. ഉറക്കുമ്പോൾ അത് കരയുകയാണ്, വാവിട്ട് കരയുക. കരഞ്ഞ് മണിക്കൂറുകളോളം കരഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ ആ ദൈവസ്നേഹം അനുഭവിക്കാൻ തുടങ്ങുകയാണ്. ദൈവസ്നേഹം ഒഴുകുമ്പോൾ ഒരാൾ കരഞ്ഞിരിക്കും. ഉറപ്പാണ്, എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ദൈവത്തെ എനിക്ക് വേണ്ടിയല്ലേ അവൻ കുരിശിൽ രക്തം ചിന്തി മരിച്ചത്, എൻ്റെ പാപങ്ങൾക്ക് പരിഹാര ബലിയല്ല അവൻ അർപ്പിച്ചത്. അപ്പോൾ എൻ്റെ ഈശോ എനിക്ക് നഷ്ടപ്പെട്ടു, എൻ്റെ എല്ലാമെല്ലാമായ എൻ്റെ കർത്താവിനെ എനിക്ക് നഷ്ടപ്പെട്ടു. ഞാൻ ദൈവമില്ലാത്തവനാ, ദൈവബന്ധമില്ലാത്തവൻ. എനിക്ക് എന്തെല്ലാം ഉണ്ടെങ്കിലും എനിക്ക് ദൈവമില്ലല്ലോ. എനിക്കെല്ലാമുണ്ട്. സുഖം ആഗ്രഹിച്ച സുഖങ്ങളെല്ലാം ആസ്വദിച്ചു, ആവോളം കുടിച്ചു. അതൊന്നും കാര്യം, എനിക്കൊരു ദൈവത്തെ നഷ്ടപ്പെട്ടു, എൻ്റെ ദൈവമില്ലാതെ ഞാൻ ജീവിക്കുക. ആ ഒരു പശ്ചാത്താപത്തിൻ്റെ ദുഃഖം ഉണ്ടാകും. കുറ്റബോധമല്ല, ദുഃഖം ഉണ്ടാകുക. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈ കൂട്ടായ്മയിൽ ആ പരിശുദ്ധാത്മാവ് ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ അഗസ്തീനോസിന് ഇറങ്ങിയ അനുതാപം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഇപ്പോൾ എൻ്റെ മേലും ഈ കൂട്ടായ്മയിലുള്ള എല്ലാ മക്കളുടെ മേലും ഇറങ്ങി വരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.